ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ 5, 7, 9 ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസിലെ കുറച്ച് പോയിന്റ്സ് ആണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക, നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. ഉത്തരം ചൈനക്കാർ. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാർ. അടുത്ത ചോദ്യം, ഭൂപടം നിർമ്മിക്കുന്ന ആൾ. ഭൂപടം നിർമ്മിക്കുന്ന ആൾ. ഉത്തരം കാർട്ടോഗ്രാഫർ. ഭൂപടം നിർമ്മിക്കുന്ന ആൾ കാർട്ടോഗ്രാഫർ. അടുത്ത ചോദ്യം, ഭൂപടം നിർമ്മിക്കുന്ന ശാസ്ത്രശാഖ. ഭൂപടം നിർമ്മിക്കുന്ന ശാസ്ത്രശാഖ. ഉത്തരം കാർട്ടോഗ്രഫി. ഭൂപടം നിർമ്മിക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാർ. ഭൂപടം നിർമ്മിക്കുന്ന ആൾ കാർട്ടോഗ്രാഫർ. ഭൂപടം നിർമ്മിക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി. അടുത്ത ചോദ്യം, മെസപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം. മെസപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം. ഉത്തരം ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം. മെസപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം. അടുത്ത ചോദ്യം, മെസപ്പൊട്ടാമിയ സംസ്കാരം നിലനിന്നിരുന്ന നദികൾ. മെസപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന നദികൾ. ഉത്തരം യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. മെസപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന നദികൾ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. അടുത്ത ചോദ്യം, മെസപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം. മെസപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം. ഉത്തരം രണ്ടു നദികൾക്കിടയിലെ പ്രദേശം. മെസപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം രണ്ടു നദികൾക്കിടയിലെ പ്രദേശം. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. മെസപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം. മെസപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന നദികൾ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. മെസപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം രണ്ടു നദികൾക്കിടയിലെ പ്രദേശം. അടുത്ത ചോദ്യം, ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ഉത്തരം സുമേറിയക്കാർ. ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാർ. അടുത്ത ചോദ്യം, സുമേറിയൻ ലിപി അറിയപ്പെട്ടിരുന്നത്. സുമേറിയൻ ലിപി അറിയപ്പെട്ടിരുന്നത്. ഉത്തരം ക്യൂണിഫോം. സുമേറിയൻ ലിപി അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം. അടുത്ത ചോദ്യം, ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി. ഉത്തരം ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഹൈറോഗ്ലിഫിക്സ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാർ. സുമേറിയൻ ലിപി അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഹൈറോഗ്ലിഫിക്സ്. അടുത്ത ചോദ്യം, ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം. ഉത്തരം വിശുദ്ധമായ എഴുത്ത്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം വിശുദ്ധമായ എഴുത്ത്. അടുത്ത ചോദ്യം, ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം. ഉത്തരം വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം വ്യോമഗതാഗതം. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം വിശുദ്ധമായ എഴുത്ത്. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം വ്യോമഗതാഗതം. അടുത്ത ചോദ്യം, ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനം. ഉത്തരം ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത. ഉത്തരം നാഷണൽ വാട്ടർവേസ് 3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നാഷണൽ വാട്ടർവേസ് 3. അടുത്ത ചോദ്യം, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ലോക മണ്ണ് ദിനം ഡിസംബർ 5. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നാഷണൽ വാട്ടർവേസ് 3. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ പുതിയ SCERT പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്